എല്ലാവർക്കും നമസ്കാരം. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് 2023 ആഗസ്റ്റിൽ നടന്നിട്ടുള്ള മലയാളത്തിലെ സർവീസ് എക്സാമുമായി ബന്ധപ്പെട്ട് കാറ്റഗറിയിൽ 1 നടന്നിട്ടുള്ള സർവീസ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലയാളത്തിൻ്റെ പാർട്ട് 2 വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കുറവ് വിജയശതമാനം 8% മാത്രം വിജയശതമാനം ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരുപക്ഷെ അത്രത്തോളം കഠിനമല്ലെങ്കിൽ പോലും നമ്മുടെ അശ്രദ്ധ മാർക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആഴത്തിൽ വിശകലനം ചെയ്തു പോകേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാറ്റഗറി 1 പാർട്ട് 2 വരുന്ന മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ആഗസ്റ്റ് 2023 അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് ഗദ്യഭാഗത്തെയും മറ്റൊന്ന് പദ്യഭാഗത്തെയും വിശകലനം ചെയ്തുകൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി ആ മാർക്ക് നഷ്ടപ്പെടുത്താൻ എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നു വരാം. എല്ലാ ചോദ്യപേപ്പറിൻ്റെയും ആദ്യത്തെ സെക്കൻഡ് പാർട്ടിൻ്റെ മലയാളം നോക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. കൃത്യമായി ആഴത്തിൽ വായിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഉത്തരം കൃത്യമായി കണ്ടെത്തി എഴുതാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ, സമാനത തോന്നിപ്പിക്കുന്ന തരത്തിൽ നിരവധിയായ ഓപ്ഷനുകൾ ഉണ്ടാകും. പക്ഷേ കൃത്യമായി വായിക്കുകയും നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് ഉത്തരം എഴുതുകയും ചെയ്താൽ ആദ്യത്തെ 10 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ആദ്യത്തെ ഗദ്യഭാഗത്തിൻ്റെതായാലും പദ്യഭാഗത്തിൻ്റെതായാലും എന്നുള്ളതാണ്. അപ്പം ഇത് മുഴുവൻ ഞാൻ വായിച്ചു തുടങ്ങുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. റൊമാൻറ്റിസിസം 18ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തോടു കൂടിയാണ് ഒരു സാഹിത്യ പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫാണ് നമുക്ക് ഇപ്രാവശ്യം തന്നിരിക്കുന്നത്. അപ്പം ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. വേണ്ടവർ കൃത്യമായി ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം റൊമാൻറ്റിസിസത്തെക്കുറിച്ചും നിയോ ക്ലാസിസത്തെക്കുറിച്ചും ക്ലാസിസത്തെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ പറഞ്ഞു പോകുന്ന ഒരു പാരഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ 17ാം നൂറ്റാണ്ടിലാണ് നിയോ ക്ലാസിസം അതിൻ്റെ വളർച്ചയുടെ പാരമ്യത്തിലെത്തുന്നത് എന്നൊക്കെ വളരെ ആഴത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീക്ക് റോമൻ സാഹിത്യത്തിൽ നിന്ന് സ്വീകരിച്ച് കാവ്യാഭിവീക്ഷണം നിലനിർത്തുവാനായിരുന്നു നിയോ ക്ലാസിസം കൂടുതലായും ശ്രദ്ധിച്ചത്. ഈ പാരഗ്രാഫ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസിസം, റിയലിസം തുടങ്ങി വിവിധ സാഹിത്യ മേഖലകളെ സംബന്ധിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു പഠനം ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വന്ന് നമ്മൾ ഫ്രഞ്ച് സാഹിത്യത്തിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയാം എന്ന് തുടങ്ങി. അങ്ങനെ നിയോ ക്ലാസിസത്തെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൊമാൻറ്റിസിസത്തെക്കുറിച്ചും ഒക്കെ വളരെ ആഴത്തിലുള്ളൊരു പഠനമാണ് ആ പാരഗ്രാഫ്. അപ്പോൾ ഞാൻ നേരത്തെ അത് മുഴുവൻ വായിക്കാതിരുന്നത് നമുക്ക് സമയം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി തന്നെയാണ്. അപ്പോൾ വേണ്ടവർ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് അത് മുഴുവൻ വായിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: റൊമാൻറ്റിസിസത്തിൻ്റെ പ്രചാരത്തിന് മുൻപ് 2 ശതാബ്ദത്തോളം ഫ്രഞ്ച് സാഹിത്യത്തെ നയിച്ച സാഹിത്യ തത്വം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയുകയാണ്. റൊമാൻറ്റിസിസത്തിൻ്റെ പ്രചാരത്തിന് മുൻപ് 2 ശതാബ്ദത്തോളം ഫ്രഞ്ച് സാഹിത്യത്തെ നയിച്ച സാഹിത്യ തത്വം ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ അവിടെ നിരവധി ഓപ്ഷൻ തന്നിട്ടുണ്ട്. റിയലിസം തന്നിട്ടുണ്ട്, സർ റിയലിസം തന്നിട്ടുണ്ട്, ക്ലാസിസം തന്നിട്ടുണ്ട്, നിയോ ക്ലാസിസം തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം കൃത്യമായി സാഹിത്യ തത്വങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് വ്യക്തമായി ഉത്തരം എഴുതാൻ സാധിക്കൂ. അതിനെല്ലാം അപ്പുറം ആ പാരഗ്രാഫ് കൃത്യമായി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു മാർക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്ന് ഓടിച്ചു നോക്കൂ, ഏതാണ് ഉത്തരമെന്ന് നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നുണ്ടോ? റിയലിസമുണ്ട്, സറിയലിസമുണ്ട്, ക്ലാസിസമുണ്ട്, നിയോ ക്ലാസിസമുണ്ട്. ഏതാണ്? നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട, അതിൻ്റെ ഉത്തരം നിയോ ക്ലാസിസമാണ് എന്നുള്ളതാണ്. ആ പാരഗ്രാഫ് വ്യക്തമായി വായിച്ചിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം നൽകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം എന്താണ് നിയോ ക്ലാസിസം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്, എന്താണ് റിയലിസം എന്ന് അറിയേണ്ടതുണ്ട്, എന്താണ് സർ റിയലിസം എന്ന് അറിയേണ്ടതുണ്ട്, എന്താണ് ക്ലാസിസം എന്നറിയേണ്ടതുണ്ട്. വെറുതെ നമ്മളിങ്ങനെ ചോദ്യവും ഉത്തരവും പറഞ്ഞു പോകുന്നതിനപ്പുറം ഈ വിശകലനം നമുക്ക് ആഴത്തിലൊരു പഠനം കൂടിയായി മാറേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് എന്താണ് നിയോ ക്ലാസിസം എന്ന് വളരെ വേഗത്തിൽ വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. 19ാം നൂറ്റാണ്ടിൽ ഗ്രീസ്, റോം, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പഴയകാല രചനാരീതികൾ പിന്തുടർന്ന് രചിക്കപ്പെട്ടവയാണ് നിയോ ക്ലാസിസത്തിന് കീഴിൽ വരുന്ന സാഹിത്യ രചനകൾ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. എന്താണ് നിയോ ക്ലാസിസം എന്ന് ചോദിച്ചാൽ
19-ാം നൂറ്റാണ്ടിൽ ഗ്രീസ്, റോം, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പഴയകാല രചനാരീതികൾ പിന്തുടർന്ന് രചിക്കപ്പെട്ടവയാണ് നിയോ ക്ലാസിസത്തിന് കീഴിൽ വരുന്ന സാഹിത്യ രചനകൾ എന്നുള്ളതാണ്. അപ്പം ഇനി അതാണ് നിയോ ക്ലാസിസത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ഇത് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞതാണ്, എന്താണ് നിയോ ക്ലാസിസം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒപ്പം അടുത്ത ഒരു സാഹിത്യ തത്വമാണ് റിയലിസം എന്ന് പറയുന്നത്. എന്താണ് റിയലിസം? ആ വാക്കിൽ തന്നെയുണ്ട്. നോക്കൂ, സത്യത്തെ അനാവരണം ചെയ്യുന്ന ഒന്നാണ് അതെന്നുള്ളതാണ്. സത്യത്തെ അനാവരണം ചെയ്യുന്ന ഒന്നാണ് റിയലിസം എന്ന് പറയുന്നത്. ഒപ്പം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഫ്രാൻസിൽ രൂപം കൊണ്ട ഒരു സാഹിത്യ തത്വമാണ് എന്ത്? റിയലിസം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ നിയോ ക്ലാസിസവും റിയലിസവും 19-ാം നൂറ്റാണ്ട് തന്നെയാണ് എന്ന കാര്യം വ്യക്തമായി ഓർക്കണം. ഇനി ഓപ്ഷനിൽ 2 എണ്ണം കൂടി ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് സർ റിയലിസം എന്ന് പറയുന്നത്. 1920-കളുടെ മധ്യത്തിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമാണ് സർ റിയലിസം എന്ന് പറയുന്നത്. ഡാലിയുടെയും പിക്കാസോയുടെയും ചിത്രങ്ങളാണ് സർ റിയലിസത്തിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ എന്നുള്ളതാണ്. അപ്പം 2 പേരുകൾ സർ റിയലിസവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് ഡാലിയാണ്, മറ്റൊന്നാരാണ്? പിക്കാസോയാണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. അപ്പം സർ റിയലിസം എന്താണെന്ന് ചോദിച്ചാൽ അത് 1920-കളുടെ മധ്യത്തിൽ ആരംഭിച്ച ഒരു കലാപ്രസ്ഥാനമാണ് എന്നതാണ് അതിൻ്റെ വ്യക്തമായ ഒറ്റ വാക്കിലുള്ള ഉത്തരം എന്നുള്ളതാണ്. ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു, ക്ലാസിസം എന്നുള്ളതാണ്. ഓക്കെ, ലിറ്ററേച്ചർ പഠിക്കുന്നവർക്കെല്ലാം വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് ക്ലാസിസം? ഗ്രീക്കിൽ ഉത്ഭവിക്കുകയും റോമിൽ വളർച്ച പ്രാപിക്കുകയും നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പിൽ വ്യാപിക്കുകയും ചെയ്ത ഒരു ആശയമാണ് ക്ലാസിസം എന്നുള്ളതാണ്. ഓക്കെ, എവിടെയാണ് ആരംഭിക്കുന്നത്? ഗ്രീക്കിലാണ്. അപ്പം റോമിലാണ് അതിൻ്റെ വളർച്ച സാധ്യമാകുന്നത്. ഒപ്പം അത് യൂറോപ്പിലാണ് വ്യാപിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പം നമ്മൾ ആ 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. റിയലിസത്തെക്കുറിച്ച് പറഞ്ഞു, സർ റിയലിസത്തെക്കുറിച്ച് പറഞ്ഞു, നിയോ ക്ലാസിസത്തെക്കുറിച്ച് പറഞ്ഞു, ക്ലാസിസത്തെക്കുറിച്ചും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചോദ്യങ്ങൾ വെറുതെ വായിച്ച് അതിൻ്റെ ഉത്തരം പറഞ്ഞു പോകുന്നതിനപ്പുറം ആഴത്തിൽ ഒരു വിശകലനം സാധ്യമാവുകയാണെങ്കിൽ മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ആഴത്തിൽ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിന്മേൽ ഇനി ഒരു സംശയം ഉണ്ടാകരുത്. കൃത്യമായി എഴുതിയെടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നിയോ ക്ലാസിസം വളർച്ചയുടെ പാരമ്യത്തിലെത്തിയ കാലഘട്ടം. ഞാൻ ആ പാരഗ്രാഫിൽ ആകെ വായിച്ച 2-3 വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വാക്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. നിയോ ക്ലാസിസം വളർച്ചയുടെ പാരമ്യത്തിലെത്തിയ കാലഘട്ടം ഏതാണ് എന്നുള്ളതാണ്. നോക്കൂ, 20-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്. ഏതായിരിക്കാം? ഉത്തരം ഒന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുവന്നേ. 20, 17, 18, 19 ഏതായിരിക്കാം? ഒരു സംശയം വേണ്ട, 17-ാം നൂറ്റാണ്ടാണ് എന്നുള്ളതാണ്. ക്ലിയർ? നിയോ ക്ലാസിസം വളർച്ചയുടെ പാരമ്യത്തിലെത്തിയ കാലഘട്ടം ഏതാണ്? അത് 17-ാം നൂറ്റാണ്ടാണ് എന്നുള്ളതാണ്. റിയലിസത്തെക്കുറിച്ചും സർ റിയലിസത്തെക്കുറിച്ചുമുള്ള കാലഘട്ടം ഞാൻ കഴിഞ്ഞ ചോദ്യം വിശകലനം ചെയ്തപ്പോൾ പറയുകയുണ്ടായി. ക്ലാസിസത്തിൻ്റെ കാലഘട്ടവും ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ചോദ്യം, നിയോ ക്ലാസിസം വളർച്ചയുടെ പാരമ്യത്തിലെത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? അത് 17-ാം നൂറ്റാണ്ടാണ് എന്നുള്ളതാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റൊമാൻറ്റിസിസത്തിന് വളരാൻ വേണ്ട കാലാവസ്ഥ ഒരുക്കിയ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏത്? ചോദ്യം ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചേ. റൊമാൻറ്റിസിസത്തിന് വളരാൻ വേണ്ട കാലാവസ്ഥ ഒരുക്കിയ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏത് എന്നുള്ളതാണ്. നിയോ ക്ലാസിസത്തിൻ്റെ അപജയം, പ്രകൃതിബോധം, റിയലിസത്തിൻ്റെ ഉദയം, ക്ലാസിക് വീക്ഷണം എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഒന്ന് കൃത്യമായി നിങ്ങൾ വായിക്കണം. നിയോ ക്ലാസിസത്തിൻ്റെ അപജയം, പ്രകൃതിബോധം, റിയലിസത്തിൻ്റെ ഉദയം, ക്ലാസിക് വീക്ഷണം എന്നുള്ളതാണ്. ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാരഗ്രാഫ് ഒന്നും കൂടെ വായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുത്താനില്ല. ഒരു മാർക്കിന് വളരെയധികം വിലയുണ്ട്. അപ്പോൾ ഏതായിരിക്കാം അതിൻ്റെ ഉത്തരം? ഒന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഏതായിരിക്കാം അതിൻ്റെ ഉത്തരം? നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിയോ ക്ലാസിസത്തിൻ്റെ അപജയം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം റൊമാൻറ്റിസിസത്തിന് വളരാൻ വേണ്ട കാലാവസ്ഥ ഒരുക്കിയ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഖണ്ഡിക മുഴുവനായി വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഏതാണ്? അത് നിയോ ക്ലാസിസത്തിൻ്റെ അപജയം എന്നുള്ളതാണ് ഉത്തരം. ബാക്കി പ്രകൃതിബോധവും റിയലിസത്തിൻ്റെ ഉദയവും ക്ലാസിക് വീക്ഷണവും ഒന്നും ആ പാരഗ്രാഫിൽ വ്യക്തമായി പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നിയോ ക്ലാസിസത്തിൻ്റെ അപജയവുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അത് റൊമാൻറ്റിസിസം എന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ്. കാൽപ്പനികത്വം, കാൽപ്പനിക പ്രസ്ഥാനം, റൊമാൻറ്റിക് പ്രസ്ഥാനം, കാൽപ്പനിക യുഗം, റൊമാൻറ്റിസിസം
എന്നീ പേരുകളിൽ ഏത് കണ്ടാലും അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, അത് നമ്മൾ ഏറ്റവും അവസാനം പറയുന്ന റൊമാൻറ്റിസിസം എന്നുള്ളതാണ്. ക്ലിയർ? കാൽപ്പനികത്വം, കാൽപ്പനിക പ്രസ്ഥാനം, റൊമാൻറ്റിക് പ്രസ്ഥാനം, കാൽപ്പനിക യുഗം, റൊമാൻറ്റിസിസം, ഇതെല്ലാം എന്ത് തന്നെയാണ്? റൊമാൻറ്റിസിസം എന്ന വാക്കിന് കീഴിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിവിധങ്ങളായ വകഭേദങ്ങളാണ് എന്ന് നമുക്ക് പറയാം. റൊമാൻറ്റിസിസം തന്നെയാണ്, അതിന് മറ്റ് യാതൊരു തരത്തിലുള്ള അർത്ഥങ്ങളും ഇല്ല എന്നുള്ളതാണ്. എന്താണ് റൊമാൻറ്റിസിസം എന്ന് നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്പിൽ ഉത്ഭവിച്ച ഒരു കലാപരവും സാഹിത്യപരവും സംഗീതപരവും ഭൗതികവുമായ ഒരു പ്രസ്ഥാനമായിരുന്നു അത് എന്നുള്ളതാണ്. മിക്ക മേഖലകളിലും 1800 മുതൽ ഏകദേശം 1850 വരെയുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയുമായിരുന്നു എന്നുള്ളതാണ്. എന്താണത്? റൊമാൻറ്റിസിസം ആണ് എന്നത് നിങ്ങൾ കൃത്യമായി ഓർക്കണം. 1800 മുതൽ ഏകദേശം 1850 വരെയുള്ള കാലഘട്ടത്തിലാണ് റൊമാൻറ്റിസിസം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരുന്നത് എന്നുള്ളതാണ്. അപ്പം 18-ാം നൂറ്റാണ്ടാണെന്ന് നമ്മൾ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റൊമാൻറ്റിസിസം ഒരു സാഹിത്യ പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് എന്നു മുതൽക്കാണ് എന്നുള്ളതാണ്. ചോദ്യം ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കൂ. റൊമാൻറ്റിസിസം ഒരു സാഹിത്യ പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് എന്നു മുതൽക്കാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. 19-ാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥം, 17-ാം ശതകത്തിൻ്റെ പൂർവാർത്ഥം, 18-ാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥം, 18-ാം ശതകത്തിൻ്റെ പൂർവാർത്ഥം എന്നുള്ളതാണ്. ഞാൻ തൊട്ട് മുൻപ് അതിൻ്റെ ഉത്തരം വളരെ വിപുലമായി പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം കൊണ്ടുവന്നേ. 19-ാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥമാണോ, 17-ാം ശതകത്തിൻ്റെ പൂർവാർത്ഥമാണോ, 18-ാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥമാണോ, അതോ 18-ാം ശതകത്തിൻ്റെ പൂർവാർത്ഥമാണോ എന്നുള്ളതാണ്. ഒന്ന് വേഗം മനസ്സിലേക്ക് ഉത്തരം കൊണ്ടുവന്നേ. ഇനിയും ഉത്തരം കിട്ടാത്തവർ വേഗം ആ പാരഗ്രാഫ് ഒന്നും കൂടെ പൂർണ്ണമായി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടും. നമുക്ക് ഉത്തരം നോക്കാം. എന്താണ് ഉത്തരം? 18-ാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് എന്നുള്ളതാണ്. 18-ാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥം എന്നുള്ളതാണ് എന്താണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. റൊമാൻറ്റിസിസം ഒരു സാഹിത്യ പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് 18-ാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥം മുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഗദ്യഭാഗത്ത് നിന്ന് വരുന്ന അവസാനത്തെ ചോദ്യമാണ് 5-ാമത്തെ ചോദ്യം. നിയോ ക്ലാസിസത്തിൻ്റെ പ്രഭാവം ഏറ്റവും ശക്തമായിരുന്നത് ഏത് ഭാഷാ സാഹിത്യത്തിലാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ചോദ്യം? നിയോ ക്ലാസിസത്തിൻ്റെ പ്രഭാവം ഏറ്റവും ശക്തമായിരുന്നത് ഏത് ഭാഷാ സാഹിത്യത്തിലാണ് എന്നുള്ളതാണ്. ഫ്രഞ്ച്, ജർമ്മൻ, ഗ്രീക്ക്, റഷ്യൻ. ഒന്ന് ഓടിച്ചു നോക്കൂ, ഏതാണ് ഉത്തരം എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. ഇനി സംശയം വരുവാണെങ്കിൽ തന്നെ നമുക്ക് 2 ഭാഷകളെ സംശയം വരാൻ സാധ്യതയുള്ളൂ. ഒന്ന് ഗ്രീക്കാണ്, മറ്റൊന്ന് ഫ്രഞ്ച് ആണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഉത്തരം ഏതാണ് എന്നുള്ളത്. ഉത്തരം ഏതാണ്? ഉത്തരം ഫ്രഞ്ച് ആണ് എന്നുള്ളതാണ്. അപ്പം ഗദ്യഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ 5 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആ പാരഗ്രാഫ് വളരെ വ്യക്തമായി ആഴത്തിൽ വായിക്കുകയാണെങ്കിൽ, ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം മുന്നോട്ടുള്ള പരീക്ഷകളിലും ഇത്തരത്തിൽ കൃത്യമായി വായിക്കുകയും കൃത്യമായി വിശകലനം ചെയ്യുകയും ചെയ്ത് ആ 5 മാർക്കും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമുക്കിനി അടുത്ത പദ്യഭാഗത്തേക്ക് വരാം. നോക്കൂ, ചുവടെ കൊടുത്തിരിക്കുന്ന പദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ, ശരിയായ ഉത്തരമല്ല പറയുന്നത്, ഏറ്റവും ഉചിതമായത്, ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളടുത്ത് പറയുന്നത്. അപ്പം മുന്നേക്കാൾ മുതിരുന്നു വേനൽ വെയിൽ എന്ന് തുടങ്ങുന്ന ഒരു കവിതാഭാഗമാണ് തന്നിരിക്കുന്നത്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അപ്പം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കുക. നമുക്ക് വളരെ വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് വരാം എന്ന് കരുതുകയാണ്. കവിതാഭാഗം വളരെ എളുപ്പമുള്ള ഒരു കവിതാഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു വരും. നമ്മൾ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലേക്കൊക്കെ ഈ കവിത വായിക്കുമ്പോൾ കടന്നു ചെല്ലും എന്നുള്ളതാണ്. പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സാധാരണമായിട്ടുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഓടിയെത്തും എന്നുള്ളതാണ്. ശരി, ഇത്രയുമാണ് കവിതാഭാഗം വരുന്നത്. നമുക്ക് ആ കവിതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരാം എന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, കവി പൈക്കളായി സങ്കല്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കവി പൈക്കളായി സങ്കല്പിക്കുന്നത് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ആരെയാണ് എന്നുള്ളതാണ്. അത് പ്രകൃതിയെയാണോ, തുലാമഴയെയാണോ, തരുരാജിയെയാണോ, മേഘങ്ങളെയാണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ആ ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരും. കാരണം ആ കവിതാഭാഗം വളരെ വ്യക്തമായി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഒരു സംശയം വേണ്ട, ഉത്തരം എന്താണ്? ഉത്തരം മേഘങ്ങൾ, ഓപ്ഷൻ ഡി ആണ്. മേഘങ്ങളെ എന്നുള്ളതാണ്. കവി പൈക്കളായി സങ്കല്പിക്കുന്നത് ആരെയാണ്? അത് മേഘങ്ങളെയാണ്. ഓപ്ഷൻ ഡി മേഘങ്ങളെയാണ് എന്നുള്ളതാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
എന്തോർത്താണ് പ്രകൃതിയും മനുഷ്യരും ദുഃഖിച്ചത് എന്നുള്ളതാണ്. കവിതാഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തും. തുലാമഴ പെയ്യാത്തതിനാലാണോ, മഴയുടെ ഹർഷം കാണാത്തതിനാലാണോ, ഈ വർഷം വേനൽ ചൂട് കടുക്കുമെന്നതിനാലാണോ, വെയിലേറ്റ് വിയർക്കുമെന്നതിലാണോ എന്നതാണ് ഓപ്ഷനായി തന്നിരിക്കുന്നത്. അപ്പം എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരൂ. നോക്കൂ, ഏതായിരുന്നു ഓപ്ഷൻ എന്നുള്ളത് ഉത്തരമായി വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഈ വർഷം വേനൽ ചൂട് കടുക്കുമെന്നതിനാലാണ് പ്രകൃതിയും മനുഷ്യരും ഒരുപോലെ ദുഃഖിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, ആ കവിതാഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ പറയുന്നവയിൽ കവിതയിൽ കാണപ്പെടുന്ന ശരിയായ കൽപ്പന ഏത് എന്നുള്ളതാണ്. ശരിയല്ലാത്തതല്ല ചോദ്യം, ശരിയായത് ഏത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ബാക്കി മൂന്നെണ്ണം എന്താണ്, തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഴപ്പെയ്ത്തിനെ മേഘങ്ങളുടെ പാൽ ചുരത്തിലാക്കുന്നു എന്നുള്ളതാണ്. മഴപ്പെയ്ത്തിനെ ഭൂമിയുടെ ഹർഷമാക്കുന്നു, പ്രകൃതിയെ അമ്മ പശുവാക്കുന്നു, മേഘങ്ങൾ ചരാചരങ്ങളെ പാൽ കുടിക്കാൻ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം കൽപ്പനകളാണ്. അപ്പം നമുക്ക് നോക്കാം ഏതാണ് ഉത്തരം എന്നുള്ളത്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത്. ഒരു സംശയം വേണ്ട, ഓപ്ഷൻ എ മഴപ്പെയ്ത്തിനെ മേഘങ്ങളുടെ പാൽ ചുരത്തലാക്കുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കവിതാഭാഗം വളരെ ആഴത്തിൽ വായിച്ചു പോകണം. ഓടിച്ചുള്ള വായനകൾ നിങ്ങളെ തെറ്റായ ഉത്തരങ്ങളിലേക്കാണ് എത്തിക്കുക. കൃത്യമായി ആഴത്തിൽ വിശകലനം ചെയ്തു തന്നെ വായിക്കണം. അപ്പോൾ സമയം നഷ്ടപ്പെടുത്താതെ കൃത്യമായി നമുക്ക് ഉത്തരങ്ങൾ ഓരോ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ശരി, അടുത്ത ചോദ്യം നോക്കൂ. വേനൽ മഴയിൽ പ്രകൃതിക്കുണ്ടായ സന്തോഷത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. വെള്ളില തുള്ളിച്ചിരിക്കുന്നു, മുല്ലമുട്ട് കുരുക്കുന്നു, മാങ്ങകൾ ഞെട്ടറ്റു വീഴുന്നു, തൈച്ചകൾ കോൾമയിൽ കൊള്ളുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഒരെണ്ണം മാത്രമേ നെഗറ്റീവായിട്ട് വരുന്നുള്ളൂ. അതെന്താണ്? മാങ്ങകൾ ഞെട്ടറ്റു വീഴുന്നു എന്നുള്ളതാണ്. ഇനി അതാണോ ഉത്തരമെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഒരു സംശയം വേണ്ട അല്ലേ. അപ്പം വേനൽ മഴയിൽ പ്രകൃതിക്കുണ്ടായ സന്തോഷത്തിൽ ഉൾപ്പെടാത്ത ഏതാണ്? മാങ്ങകൾ ഞെട്ടറ്റു വീഴുന്നു എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ് അല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ശരി, ഇനി അടുത്ത ചോദ്യം. മണിമുത്തു പോലെ ചിതറിയതെന്ത് എന്നുള്ളതാണ്. മണിമുത്തു പോലെ ചിതറിയത് എന്താണ് എന്നുള്ളതാണ്. അഗ്രപാളികളാണോ, മഴവെള്ളമാണോ, ചരാചരങ്ങളാണോ, കായികനികളാണോ, ഏതാണ്? വളരെ വേഗം ഒന്ന് ഉത്തരം മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നമുക്ക് നോക്കാം. മഴവെള്ളമാണ് അല്ലേ. മണിമുത്തു പോലെ ചിതറിയത് എന്താണ്? അത് മഴവെള്ളമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് എന്നുള്ളതാണ്. ശരി, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇനി ഗദ്യവും പദ്യവും കഴിഞ്ഞു. 5 5 10 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിഞ്ഞു. 10 മാർക്കും നമുക്ക് കിട്ടും, വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ. വളരെ എളുപ്പത്തിൽ 10 മാർക്ക് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഉത്തരം തന്നെ നമുക്ക് പാരഗ്രാഫിൽ തന്നിട്ട് അതിൽ നിന്നാണ് നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ 10 മാർക്ക് നേടാൻ യാതൊരു വിഷമവുമില്ല എന്നുള്ളതാണ്. ഇനി അവസരം നോക്കി പ്രവർത്തിക്കുക എന്ന അർത്ഥം വരുന്ന മലയാള ശൈലി ഏത് എന്നുള്ളതാണ്. അപ്പം പാർട്ട് 2-ലെ 11ാമത്തെ ചോദ്യമാണിത്. അവസരം നോക്കി പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന മലയാള ശൈലി ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ശൈലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതുന്ന മലയാളവുമായി ബന്ധപ്പെട്ട് അത് PSC ആയിക്കൊള്ളട്ടെ, നെറ്റ് ആയിക്കൊള്ളട്ടെ, സെറ്റ് ആയിക്കൊള്ളട്ടെ, കേട്ടിട്ട് ആയിക്കൊള്ളട്ടെ, ഏത് മത്സര പരീക്ഷയായാലും മലയാള ശൈലികളുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേട്ടിട്ട് പരീക്ഷകളിൽ എന്തായാലും ഒരു ശൈലിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടാകും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ശൈലി കുറച്ച് രസമുള്ളൊരു ശൈലി കൂടിയാണ്. അവസരം നോക്കി പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന മലയാള ശൈലി ഏത് എന്നുള്ളതാണ്. കാറ്റുവാക്കിന് വിടുക, കാറ്റുള്ളപ്പോൾ തൂറ്റുക, കാറ്റു നന്നെങ്കിൽ കല്ലും പറക്കും, കാറ്റു തട്ടിയ കരിയില എന്നുള്ളതാണ്. ഏതായിരിക്കാം ഉത്തരം? അവസരം നോക്കി പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന മലയാള ശൈലി. നമ്മളിൽ പലരുടെയും സ്വഭാവം അങ്ങനെയാണ് അല്ലേ. നമ്മൾ എന്താണ്, അവസരം നോക്കി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഏതായിരിക്കാം ഉത്തരം? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കാറ്റുവാക്കിന് വിടുകയല്ല, കാറ്റു നന്നെങ്കിൽ കല്ലും പറക്കുമെന്നല്ല, കാറ്റു തട്ടിയ കരിയില എന്നുള്ളതല്ല. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 1-2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ സർക്കാർ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഇവിടെ നോക്കൂ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 4 പദ്ധതിയുടെ പേര് തന്നിട്ടുണ്ട്. അതിജീവനം, സ്പെക്ട്രം,
ആശ്വാസകിരണം, പ്രത്യാശ. ഇതിൽ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോവുകയാണെങ്കിലോ ഒക്കെ അവിടെ വലിയ പരസ്യ ബോർഡുകൾ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതിജീവനം, സ്പെക്ട്രം, ആശ്വാസകിരണം, പ്രത്യാശ. ഈ 4 4 പദ്ധതികളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഒന്ന് വേഗം മനസ്സിലേക്ക് ഉത്തരം കൊണ്ടുവന്നേ. ഏതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നമുക്ക് നോക്കാം. സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതിയാണ് എന്ത്? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിജീവനം എന്ന പദ്ധതി എന്താണ്? ആശ്വാസകിരണം എന്ന പദ്ധതി എന്താണ്? പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. കാരണം മുന്നോട്ടുള്ള പരീക്ഷകളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായി നോക്കാം. എന്താണ് അതിജീവനം എന്ന് പറയുന്ന പദ്ധതി? ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ദീനദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതിയാണ് എന്ത്? അതിജീവനം എന്ന് പറയുന്ന പദ്ധതി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിജീവനം എന്ന് പറയുന്ന പദ്ധതി? മനസ്സിലായല്ലോ. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും ലക്ഷ്യമാക്കി എന്താണ് NGO സഹകരണത്തോടെ നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് എന്ത്? അതിജീവനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പദ്ധതി എന്താണെന്ന് നോക്കാം. അത് ആശ്വാസകിരണമാണ്. എന്താണ് ആശ്വാസകിരണം? മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം. ഓക്കെ, പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ്. അത് രോഗികൾക്കല്ല, മറിച്ച് ആർക്കൊക്കെയാണ്? അത് ഈ കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്കാണെന്ത്? പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണെന്ത്? ആശ്വാസകിരണം എന്നുള്ളതാണ്. ഇനി പ്രത്യാശ. പ്രത്യാശ എന്ന പേരിൽ നിലവിൽ കേരളത്തിൽ 2 പദ്ധതികളുണ്ട്. അത് രണ്ടും ഞാൻ പറയാം. നോക്കൂ, പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത് ഒന്ന് കുടുംബശ്രീ മിഷന് കീഴിൽ വരുന്നതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുകയും സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കുകയുമാണെന്ത്? പ്രത്യാശ പദ്ധതിയുടെ കീഴിൽ, കുടുംബശ്രീക്ക് കീഴിൽ വരുന്ന പ്രത്യാശ പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കപ്പെടുന്ന പദ്ധതികൾ എന്നുള്ളതാണ്. 2017 നമ്മുടെ പ്രത്യാശ പദ്ധതി കുടുംബശ്രീ മിഷന് കീഴിൽ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കുടുംബശ്രീ മുഖാന്തരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീ മിഷന് കീഴിൽ വരുന്ന പ്രത്യാശ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഈ 2 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കുടുംബശ്രീ മിഷൻ എന്ത് ചെയ്യുന്നത്? ഈ പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. ഇനി പ്രത്യാശ പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിലുമുണ്ട് എന്നുള്ളതാണ്. അതെന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകാനുള്ള പദ്ധതിയാണ് എന്ത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിൽ വരുന്ന ഈ പ്രത്യാശ പദ്ധതി എന്നുള്ളതാണ്. അപ്പോൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിൽ വരുന്ന പ്രത്യാശ പദ്ധതി എന്നുള്ളതാണ്. അപ്പോൾ 2 പ്രത്യാശ പദ്ധതികളുണ്ട്. ഒന്ന് കുടുംബശ്രീ മിഷന് കീഴിൽ വരുന്നതാണ്, മറ്റൊന്ന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിൽ വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പം ഓരോ ചോദ്യങ്ങൾ പറയുമ്പോഴും അതിന് കീഴിൽ വരുന്ന എല്ലാ ഓപ്ഷനുകളും ഞാൻ വിശദീകരിച്ച് പോകുന്നുണ്ട്. അത് മുന്നോട്ടുള്ള നിങ്ങളുടെ പഠനത്തെ കൂടുതൽ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത് എന്ന് കണ്ടെത്തുക. ഓക്കെ, സന്ധി എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സുകളിൽ വിശകലനം ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ സന്ധി കൃത്യമായി പഠിച്ചിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, അങ്ങനെ 4 തരം സന്ധികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സന്ധി എന്നാൽ ചേർച്ച എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഒരെണ്ണമാണ് തെറ്റ് എന്നുള്ളത്. നമ്മൾ നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ കൃത്യമായി വിശകലനം ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കൂ, 800 സദാചാരം, വാഗ്വാദം, നെന്മണി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം പിരിച്ചിട്ടുണ്ട്. ലോപസന്ധിയുണ്ട്, ആഗമസന്ധിയുണ്ട്, ആദേശസന്ധിയുണ്ട്, ദ്വിത്വസന്ധിയുണ്ട്, അങ്ങനെ എല്ലാ സന്ധികളുമുണ്ട്. അപ്പോൾ സന്ധി കൃത്യമായി പഠിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എഴുതുന്ന ഏത് മത്സര പരീക്ഷയിലും മലയാളത്തിന് കീഴിൽ സന്ധി ചോദിക്കും എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത്, ചോദ്യം കൃത്യമായി വായിക്കണം. നമ്മൾ വളരെ ധൃതിപ്പെട്ട് നമ്മുടെ ഉത്തരം തെറ്റിക്കരുത്. ശരിയായത് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അല്ലേ? ഒറ്റ നോട്ടത്തിൽ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ് ഉത്തരം? ഒരു സംശയം വേണ്ട, 800 എന്നുള്ളതാണ്. n+100
എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. സദാചാരം, സത് പ്ലസ് ആചാരം, വാഗ്വാദം, വാക് പ്ലസ് വാദം, നെന്മണി, നെൽ പ്ലസ് മണി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് 800 എന്നതിലെ തെറ്റ്? 800 എന്നതിലെ തെറ്റ് സന്ധി കൃത്യമായി പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. n + 100 എന്നാ വരിക. n അല്ല വരിക, എന്താ വരിക? n ആണ് വരിക. n + 100 800 എന്നാണ് വരിക. അത് ഏത് സന്ധിയാണ്? അത് ആദേശസന്ധിയാണ്. എന്താണ് ആദേശസന്ധി? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി തൽസ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. ഓക്കെ, ക്ലിയർ? 800 എന്തിന് ഉദാഹരണമാണ്? 800 ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എന്നുള്ളതാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി തലസ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. സന്ധികൾ കൃത്യമായി പഠിക്കണം. എല്ലാ മത്സര പരീക്ഷകൾക്കും കൃത്യമായി മലയാളത്തിന് കീഴിൽ എന്ത് ചോദിക്കാറുണ്ട്? സന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മലയാളം ഗ്രാമറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സന്ധി എന്നുള്ളത്. ശരി, അടുത്ത ഒരു ചോദ്യം, ഒരു വരി തന്നിട്ടാണ് ചോദിക്കുന്നത്. പുഴുവായി ഉറങ്ങി ഞാൻ ഉണർന്നപ്പോൾ പൂമ്പാറ്റയായിരിക്കുന്നു, അത്രയും പ്രണയത്താൽ സ്വപ്നത്തിൽ ആരാണ് വന്നുമ്മ വെച്ചത് എന്നാണ്. ഈ വരികൾ ആരുടേതാണ് എന്നുള്ളതാണ്. ഓക്കെ, പരസ്പരം തൊടുമെന്ന് പേടിച്ച് അകറ്റി നട്ട മരങ്ങൾ എന്ത് ചെയ്യുന്നു? വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് പാടിയ കവി ആരാണ്? ആ കവിയുടെ തന്നെയാണ് ഈ വരികൾ. ഇത്ര മനോഹരമായി പ്രണയത്തെ ആവിഷ്കരിച്ച മലയാളത്തിലെ, ഉത്തരാധുനിക മലയാളത്തിലെ ആ കവി ആരാണ്? നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. വീരാൻകുട്ടി, എസ് ജോസഫ്, അനിത തമ്പി, വിജയലക്ഷ്മി. ആരാണ്? ഉത്തരം ആരാണ്? ഒരിക്കൽ കൂടി നോക്കൂ, ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഒരു സംശയവും വേണ്ട, വീരാൻകുട്ടിയാണ് എന്നുള്ളതാണ് അല്ലേ. പുഴുവായി ഉറങ്ങി ഞാൻ ഉണർന്നപ്പോൾ പൂമ്പാറ്റയായിരിക്കുന്നു, അത്രയും പ്രണയത്താൽ സ്വപ്നത്തിൽ ആരാണ് വന്നുമ്മ വെച്ചത്. ആരുടേതാണ് ഈ വരികൾ? അത് ഓപ്ഷൻ എ വീരാൻകുട്ടിയുടേതാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുള്ള ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ച് അല്ലേ. ഇവിടെ ചോദ്യം നോക്കൂ. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏത് എന്നുള്ളതാണ്. ഏതാണ്? ഒരു സംശയവും വേണ്ട, നമ്മൾ എത്രയോ തവണ റിവിഷൻ ചെയ്തിട്ടുള്ളതാണ്, എത്രയോ തവണ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണത്? അത് ഓടക്കുഴൽ ആണ് എന്നുള്ളതാണ് അല്ലേ. ഓടക്കുഴലാണെന്ത് ഈ നമുക്ക് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം വിശ്വദർശനം ആരുടെ കവിതയാണ്? 20-ാം നൂറ്റാണ്ടിൽ ഇതിഹാസം ആരുടെ കവിതയാണ്? ഉജ്ജയിനി ആരുടെ കവിതയാണ്? ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വിശകലനം ചെയ്തു പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? അത് ഓടക്കുഴലാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷനിലേക്ക് വരാം കേട്ടോ. വിശ്വദർശനം, അതും ആരുടെ കവിതയാണ്? അതും ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ് എന്നുള്ളതാണ്. കവിതാ ഗ്രന്ഥമായിട്ടുള്ള വിശ്വദർശനം എന്ന കൃതിക്കാണ് 1961 കവിതാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതാണ്. 1963 ഈ വിശ്വദർശനം എന്ന് പറഞ്ഞ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ച കൃതിയാണേത്? ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഓടക്കുഴലും ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ്, വിശ്വദർശനവും ആരുടേതാണ്? അതും ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ് എന്നുള്ളതാണ്. അപ്പം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, മഹാകവി അക്കിത്തത്തിൻ്റെ വിഖ്യാതമായ കാവ്യമാണേത്? 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത്. ഇനി ഉജ്ജയിനി ആരുടേതാണ്? അത് ONV-യുടേതാണ്. ONV-യുടെ ഈ കൃതിക്കാണ് കാളിദാസന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം നടത്തിയ ഒരു സാഹിത്യ അന്വേഷണത്തിന്റെ ഫലമാണിത് ഉജ്ജയിനി എന്ന് പറയുന്ന കൃതി. ഇനി മറ്റൊരു കാര്യം കൂടെ, മലയാളത്തിൽ വളരെ ചുരുക്കം പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചോദ്യങ്ങൾ വരുന്നു എന്നതുകൊണ്ട് തന്നെ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ കുറിച്ചുകൂടി പറഞ്ഞു പോകാം. അതിലൊന്ന് ജി ശങ്കരക്കുറുപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം അതുതന്നെയാണ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് 1965 അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിലൂടെയാണ്. മലയാളത്തിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഈ ഓടക്കുഴൽ തന്നെയാണ് നമുക്ക് ചോദ്യമായി ഉണ്ടായിരുന്നത്. അപ്പം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ്? അത് ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിനാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് SK പൊറ്റക്കാടാണ്. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പം ഒരു ദേശത്തിന്റെ കഥയാണ്, ഒരു തെരുവിന്റെ കഥയല്ല എന്ന് കൃത്യമായി ഓർക്കണം. ഒരു തെരുവിന്റെ കഥ നമ്മുടെ മിഠായി തെരുവിനെ കുറിച്ചുള്ളതാണ് അല്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ്. ആ വർഷം ഏതാണ്? 1980 എന്നുള്ളതാണ്. ഇനി അടുത്തത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. 1984 കയർ
കയർ എന്ന് പറയുന്ന നോവലിനാണ് തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഈ കയറുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അത് വിലാസിനിയുടെ അവകാശികളാണ്. ആർക്കും ഒരു സംശയമില്ലല്ലോ. എന്നാൽ മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവൽ ഏതാണ്? അത് തകഴിയുടെ കയറാണ് എന്നുള്ളതാണ്. ഈ കയറിനാണ് 1984 എന്താ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഇനി നോക്കൂ, നാലാമത്തത് MT വാസുദേവൻ നായർക്ക് 1995 എന്താണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം, സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2023 എന്ന് പറയുന്നത് MT വാസുദേവൻ നായരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ 90ാം ജന്മദിനം നമ്മൾ വളരെ വിപുലമായി ആഘോഷിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി ഓർക്കണം. MT വാസുദേവൻ നായരെ കുറിച്ച് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുന്നോട്ടുള്ള പരീക്ഷകളിൽ. ഇനി അടുത്തത് അഞ്ചാമത്തത് ONV കുറുപ്പിനും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് 2007 എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് കൂടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മലയാളത്തിൽ. അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. സാഹിത്യത്തിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് എന്ന കാര്യം കൃത്യമായി ഓർത്തിരിക്കണം. ഞാനിത് ആ ചോദ്യത്തിന് കീഴിൽ പറഞ്ഞു പോകുന്നത് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെക്കുറിച്ച് നിരന്തരമായി നമ്മളുടെ കേട്ടറ്റ് പരീക്ഷകളിൽ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ഇതിനു മുൻപ് മലയാളം ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങളടുത്ത് പറയാറുണ്ട്, ആദ്യത്തേത് അവസാനത്തേതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുത്തച്ഛൻ പുരസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. സൂര്യനാട് കുഞ്ഞൻപിള്ളയാണോ, സച്ചിദാനന്ദനാണോ, ഇളംകുളം കുഞ്ഞൻപിള്ളയാണോ, സി രാധാകൃഷ്ണനാണോ എന്നുള്ളതാണ്. ഏതായിരിക്കാം ഉത്തരം? നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം എന്താണ്? സൂര്യനാട് കുഞ്ഞൻപിള്ളയാണ് എന്നുള്ളതാണ്. അപ്പം ഇളംകുളം കുഞ്ഞൻപിള്ളയാണോ സൂര്യനാട് കുഞ്ഞൻപിള്ളയാണോ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുള്ളത്. ഒരു സംശയവും വേണ്ട. ആരാണ് ഉത്തരം? സൂര്യനാട് കുഞ്ഞൻപിള്ള. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? അത് സൂര്യനാട് കുഞ്ഞൻപിള്ളയാണ് എന്നുള്ളതാണ്. ഇനി എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം? 1993 കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണെന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ 3 ലക്ഷമായിരുന്നു. പിന്നീട് ഇപ്പോൾ നിലവിൽ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് ഈ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് കീഴിൽ കേരള ഗവൺമെന്റ് നൽകി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1993 സൂര്യനാട് കുഞ്ഞൻപിള്ളയ്ക്ക് എന്ത് ലഭിക്കുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്നത് സൂര്യനാട് കുഞ്ഞൻപിള്ളയാണെന്ന കാര്യം നിങ്ങൾ കൃത്യമായി ഓർക്കണം എന്നുള്ളതാണ്. 2022 സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. 2023 ഏറ്റവും ഒടുവിലായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ഡോക്ടർ SK വസന്തനാണ് എന്നുള്ള കാര്യവും നിങ്ങൾ കൃത്യമായി ഓർത്തു പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ചോദ്യം പറഞ്ഞു പോകുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് കൂടുതൽ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൂടി പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ശരി, ഇനി പഠന വൈകല്യങ്ങളെക്കുറിച്ച് നമ്മുടെ കേട്ടറ്റ് പരീക്ഷകളിൽ നിരന്തരമായി ചോദിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, വാക്കുകളും അക്ഷരങ്ങളും എങ്ങനെ ബന്ധപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത പഠന വൈകല്യത്തിന് പറയുന്ന പേര് എന്ത് എന്നുള്ളതാണ്. ആ ചോദ്യം ഒരിക്കൽ കൂടി കൃത്യമായി വായിക്കണം. വാക്കുകളും അക്ഷരങ്ങളും എങ്ങനെ ബന്ധപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത പഠന വൈകല്യത്തിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ്. ഡിസ്പ്രാക്സിയ, ഡിസ്ലെക്സിയ, ഓട്ടിസം, ഡിസോഗ്രാഫിയ എന്നുള്ളതാണ്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കത്തിയിട്ടുണ്ടാകും. മാത്രമല്ല നമ്മളിത് കൃത്യമായി പഠിച്ചിട്ടുമുള്ള കാര്യമാണ്. ഏതാണ് ഉത്തരം? ഉത്തരം ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. കാരണം അത് നമ്മുടെ മത്സര പരീക്ഷകളിൽ നിരന്തരമായി ചോദിക്കുന്ന ഒരു ഭാഗത്തു നിന്നായതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള മത്സര പരീക്ഷകളിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നോക്കൂ, എന്താണ് ഡിസ്ലെക്സിയ? തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണമുണ്ടാകുന്ന ഒരു പ്രത്യേക പഠന തകരാറാണിത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഭാഷ കൈകാര്യം ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ അത് ഭാഷ കൈകാര്യം ചെയ്യുന്നതിലാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വാക്കുകളിലെ അക്ഷരങ്ങൾ തിരിച്ചറിയുക, വാക്കുകൾ ഉച്ചരിക്കുക, വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുക, വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുക, മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുക, ഇവയിലെല്ലാം എന്ത് കാണാം? ഈ വൈകല്യം കാണാം എന്നുള്ളതാണ്. അപ്പം ഇതിനൊന്നും കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ ഇതിലെല്ലാം ഒരു ക്രമരാഹിത്യം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഡിസ്പ്രാക്സിയ എന്നുള്ളതാണ്. അപ്പം ശൈശവത്തിൽ ആരംഭിക്കുന്നതും ദീർഘകാലം തുടരുന്നതുമായ നാഡീ സംബന്ധമായ വളർച്ചാ തകരാറാണെന്ത്?
ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലായത് നാഡീ സംബന്ധമായിട്ടുള്ള ഒരു വൈകല്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇനി അടുത്തത് ഓട്ടിസമാണ്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു വൈകല്യമല്ല, അത് കൃത്യമായി മനസ്സിലാക്കണം. ആശയവിനിമയം, ആശയഗ്രഹണം, സാമൂഹീകരണം എന്നീ മേഖലകളിൽ സമപ്രായക്കാരിൽ നിന്ന് വളരെ പ്രകടമായ വ്യതിയാനത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി യഥാർത്ഥ ലോകത്ത് നിന്ന് പിൻവാങ്ങി ആന്തരിക സ്വപ്ന ലോകത്ത് വിഹരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് ഓട്ടിസം എന്നുള്ളത്. അപ്പം ഓട്ടിസം എന്ന വാക്കുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു വൈകല്യമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കുക, ഡിസ്ഗ്രാഫിയ എന്നുള്ളതാണ്. ഒരു പ്രത്യേകതരം പഠന വൈകല്യമാണിത്. അക്ഷരവിന്യാസം, പ്രത്യേകിച്ച് നമ്മുടെ സ്പെല്ലിങ്, കൈയക്ഷരം, വാക്കുകളും വാചകങ്ങളും ഖണ്ഡികകളും ക്രമപ്പെടുത്തൽ തുടങ്ങിയ എഴുതാനുള്ള ശേഷിയെ ബാധിക്കുന്ന ഒന്നാണ് എന്ത് ഡിസ്ഗ്രാഫിയ എന്ന വൈകല്യം എന്നുള്ളത്. അതൊരു പഠന വൈകല്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ നിരവധി പഠന വൈകല്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ആ ഓപ്ഷന് കീഴിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ? എൻമകജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ അതിന് ഉത്തരം കിട്ടും. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണിത് എൻമകജെ എന്ന കൃതി എന്നുള്ളതാണ്. അത് യാതൊരു സംശയവും ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരം കൂടിയാണ്, വളരെ എളുപ്പമുള്ള ഒരു ഉത്തരം കൂടിയാണ് എന്നുള്ളതാണ്. ഇനി കയ്യൂർ സമരം പശ്ചാത്തലമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ ആര് എന്നുള്ളതാണ്. ഞാൻ തന്നെ എടുത്തിട്ടുള്ള മലയാളം ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് നിങ്ങളടുത്ത് ഓരോ സമരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട നോവലുകളെയും കവിതകളെയും എല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഈ ചിരസ്മരണയും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കയ്യൂർ സമരം പശ്ചാത്തലമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ ആര് എന്നുള്ളതാണ് ചോദ്യം. നിരഞ്ജനയാണോ, DS നാഗഭൂഷണാണോ, MM കൽബുർഗിയാണോ, SR രാമസ്വാമിയാണോ എന്നുള്ളതാണ്. ഈ 4 പേർക്കും അവരുടേതായ സവിശേഷതകളുണ്ട്. അത് ഞാൻ പറയാം. നോക്കൂ, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഏതാണ് ഉത്തരം? നിരഞ്ജനയാണ് കേട്ടോ ഉത്തരം. അപ്പം കയ്യൂർ സമരം പശ്ചാത്തലമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ ആരാണ്? അത് നിരഞ്ജനയാണ് എന്നുള്ളതാണ്. നമുക്ക് ഓരോ ഓപ്ഷൻ ഒന്ന് വിശകലനം ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനാണ് DS നാഗഭൂഷൺ. ആരാണ് DS നാഗഭൂഷൺ? മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്രമായ ഗാന്ധി കഥന എന്ന കൃതിക്ക് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? DS നാഗഭൂഷൺ എന്ന് പറയുന്നത്. ഇനി ഡോക്ടർ MM കൽബുർഗി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിരവധിയായ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഈ ഡോക്ടർ MM കൽബുർഗിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അത് UDFിൻ്റെ ഭാഗത്തു നിന്നായാലും LDFിൻ്റെ ഭാഗത്തു നിന്നെല്ലാവരും. അപ്പോൾ നിങ്ങൾ നമ്മുടെ വാർത്തകൾ നിരന്തരമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ഈ ഡോക്ടർ MM കൽബുർഗി. ആരാണ് കൽബുർഗി? കന്നഡ സാഹിത്യകാരനും കന്നഡ സർവകലാശാല മുൻ VCയുമായിരുന്ന കന്നഡ സാഹിത്യകാരനും കന്നഡ സർവകലാശാല മുൻ VCയുമായിരുന്നു അദ്ദേഹം. ജനുവരി 28 നവംബറിന് 1938 അദ്ദേഹം ജനിക്കുന്നത്. മരിക്കുന്നത് എപ്പോഴാണ്? 2015 ആഗസ്റ്റ് 30 മരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത? വിഗ്രഹാരാധനയ്ക്കും അന്ധവിശ്വാസത്തിനുമെതിരെ തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം 2015 വെടിയേറ്റു മരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അദ്ദേഹം വെടിയേറ്റാണ് മരിച്ചത് എന്ന കാര്യം നമ്മൾ കൃത്യമായി ഓർക്കണം. ഇനി അടുത്തത് SR രാമസ്വാമി. എഴുത്തുകാരനും പത്രപ്രവർത്തകനും ജീവചരിത്രകാരനും സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമാണ് ആര്? രാമസ്വാമി എന്നുള്ളതാണ്. ഇപ്പോൾ കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെയായിട്ട് 50-ലധികം പുസ്തകങ്ങൾ, 1000-ലധികം ലേഖനങ്ങളാണ് ആര് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? SR രാമസ്വാമി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷനിൽ കണ്ട 4 പേരെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വിശകലനം സാധ്യമാക്കിയിട്ടുണ്ട്. നോക്കൂ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കൂട്ടത്തിൽ പെടാത്തതേതെന്ന് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. പാടുന്നു, നടക്കുന്നു, ഉറങ്ങുന്നു, ഓടിക്കുന്നു. ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് മലയാളം ഗ്രാമറിന് കീഴിൽ വരുന്നതാണ്. നാമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്, ക്രിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ ക്രിയയുമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പാടുന്നു, നടക്കുന്നു, ഉറങ്ങുന്നു, ഓടിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഏതാണ് ഉത്തരം എന്നുള്ളത്. ഏതാണ് ഉത്തരം? ഓടിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഓടിക്കുന്നു? ഒന്നുകൂടെ ഓപ്ഷൻ വായിച്ചു നോക്കിയേ. പാടുന്നു, നടക്കുന്നു, ഉറങ്ങുന്നു, ഓടിക്കുന്നു. ഓക്കെ, ആദ്യത്തെ 3 നമ്മൾ സ്വന്തമായി ചെയ്യുന്നതാണ് അല്ലേ? ഞാൻ പാടുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ ഉറങ്ങുന്നു. ഞാൻ ഓടിക്കുന്നു എന്ന് പറയുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതെന്താണ്? അത് പരപ്രേരണയോട് കൂടി ചെയ്യുന്നതാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് അത്? പ്രയോജക ക്രിയയാണ്. കേവലക്രിയയുണ്ട്, പ്രയോജക ക്രിയയുണ്ട്. കേവലക്രിയ എന്താണ്? പരപ്രേരണ ഇല്ലാതെ ചെയ്യുന്നതെല്ലാം എന്താണ്? അത് കേവലക്രിയയാണ്. പരപ്രേരണയോട് കൂടി ചെയ്യുന്നത് പ്രയോജക ക്രിയയാണ് എന്നുള്ളതാണ്. ഓടിക്കുന്നു, നടത്തിക്കുന്നു അല്ലേ, ചാടിക്കുന്നു, ഉറക്കുന്നു.
പഠിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രയോജക ക്രിയകളാണ് എന്നുള്ളതാണ്. ശരി, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പദശകവും മറ്റു കാവ്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു. കാരണം നമ്മൾ ഇതിനു മുൻപ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൂടുതൽ പറയാതെ ഉത്തരത്തിലേക്ക് വരാം. നോക്കൂ, ജീവകാരുണ്യ നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയല്ലാത്തത്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയല്ലാത്തത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി 3 ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് എന്ന രീതിയിൽ പഠിക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ജീവകാരുണ്യ നിരൂപണം ആരുടേതാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇത് ജീവകാരുണ്യ നിരൂപണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വന്നിരിക്കുന്നു എന്ന പ്രയോഗം താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? അത് പ്രയോജക ക്രിയയാണോ, കാലാനുപ്രയോഗമാണോ, പൂരണാനുപ്രയോഗമാണോ, ഭേദകാനുപ്രയോഗമാണോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ചോദ്യങ്ങളായി ക്രിയയുമായി ബന്ധപ്പെട്ട് വരുന്നു. വന്നിരിക്കുന്നു എന്ന പ്രയോഗം താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഓരോന്നും കൃത്യമായി പറഞ്ഞ ശേഷം ഉത്തരത്തിലേക്ക് വരാം. അല്ലെങ്കിൽ നമുക്ക് ഉത്തരം പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അത് കാലാനുപ്രയോഗമാണ്. അപ്പോൾ എന്താണ് കാലാനുപ്രയോഗം എന്നറിയണം. എന്താണ് പ്രയോജകക്രിയയും കേവലക്രിയയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പൂരണാനുപ്രയോഗം എന്താണെന്ന് അറിയണം. ഭേദകാനുപ്രയോഗം എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ആദ്യം കാലാനുപ്രയോഗം എന്താണെന്ന് പറയാം. കാലാനുപ്രയോഗം അല്ലെങ്കിൽ അനുപ്രയോഗം എന്താണ്? ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ പ്രയോഗിക്കുന്ന അപ്രധാന ക്രിയകളെ അനുപ്രയോഗം എന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പം അനുപ്രയോഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് അതിന് ഉദാഹരണം നോക്കൂ. ചെയ്തിട്ടുണ്ട്, പറഞ്ഞുപോയി, അപേക്ഷിച്ചു കൊള്ളുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് കാലാനുപ്രയോഗം? പ്രയോഗക്രിയയുടെ കാലത്തിലുള്ള താരതമ്യങ്ങളെ കുറിക്കുന്ന പ്രയോഗമാണ് കാലാനുപ്രയോഗം. കാലത്തിലുള്ള, ഇതൊക്കെ വളരെ കൃത്യമായി മലയാളം ഗ്രാമർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇനിയും കിട്ടാത്തവർ എന്ത് ചെയ്യണം? കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കണം. എന്താണ് കാലാനുപ്രയോഗം? പ്രയോഗക്രിയയുടെ കാലത്തിലുള്ള താരതമ്യങ്ങളെ കുറിക്കുന്ന പ്രയോഗമാണിത് എന്നുള്ളതാണ്. നോക്കൂ, ഉദാഹരണം നോക്കൂ. പോയിരിക്കുന്നു. പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? പോയിട്ടേ ഉള്ളൂ എന്നാണ് അല്ലേ. പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലോ കുറച്ച് മുൻപ് പോയി എന്നാണ് അതിനർത്ഥം. പോയിട്ടുണ്ടായിരുന്നു, അത് നേരത്തെ പോയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അറിയില്ല എന്നുള്ളതാണ് അല്ലേ. പോയിട്ടുണ്ടായിരുന്നു. ഇനി പോകുമായിരുന്നു പറഞ്ഞാൽ അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇതാണ് കാലാനുപ്രയോഗത്തിന് ഉദാഹരണം എന്നുള്ളതാണ്. പ്രയോജക ക്രിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെന്താണ്? പരപ്രേരണയാൽ നടത്തപ്പെടുന്നവയാണ് പ്രയോജക ക്രിയ എന്നുള്ളതാണ്. ഏതാണ് അതിന് ഉദാഹരണമായിട്ട് പറയുക? ചാടിക്കുന്നു അല്ലേ, ഓടിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമാണ്. കേവലക്രിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഉറങ്ങുന്നു അല്ലേ, ഇരിക്കുന്നു, നടക്കുന്നു, ചാടുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? കേവലക്രിയയ്ക്ക് ഉദാഹരണമാണ് എന്നുള്ളതാണ്. ശരി, നമ്മൾ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പഠിപ്പിക്കുന്നു, നടത്തുന്നു, കിടത്തുന്നു, ഉറക്കുന്നു, ഓടിക്കുന്നു, വളർത്തുന്നു, ചാടിക്കുന്നു. ഇതൊക്കെ ഉദാഹരണമാണ് എന്നുള്ളതാണ്. ശരി, ഇനി അടുത്തത് പൂരണാനുപ്രയോഗം എന്നുള്ളതാണ്. ഗിലധാതുക്കളുടെ രൂപങ്ങളെ പൂരിപ്പിക്കുന്നതിന് ചെയ്യുന്ന അനുപ്രയോഗമാണ് പൂരണാനുപ്രയോഗം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എന്ന ധാതുവിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഉള്ള എന്ന രൂപങ്ങളാണുള്ളത്. ആവുക എന്ന പ്രയോഗം എന്താണ്? സാധാരണയായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടാവും, ഉണ്ടാവാറുണ്ട് മുതലായ രീതികളിലാണ് ഇത് കൂടുതലായിട്ടും എന്ത് കാണപ്പെടുന്നത്? ഇത് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. ശരി, ഇനി ഭേദകാനുപ്രയോഗം. എന്താണ് ഭേദകാനുപ്രയോഗം എന്നുള്ളതാണ്? പ്രാക് പ്രയോഗധാതുവിൽ വിനയം, ലാഘവം, പതിവ് മുതലായ വിശേഷാർത്ഥങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അനുപ്രയോഗമാണിത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അറിയിച്ചു കൊള്ളുന്നു, ചെയ്തു കളഞ്ഞു, കൊടുത്തുവായിരുന്നു എന്നൊക്കെ വരുന്ന ഉദാഹരണങ്ങളെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഏതിന് ഉദാഹരണമാണ്? ഭേദകാനുപ്രയോഗത്തിന് ഉദാഹരണമാണ് എന്നുള്ളതാണ്. ശരി, അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഞാനത് വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. കാരണം ഗ്രാമറിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വളരെ വിശദമായി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും കിട്ടാത്തവർ എന്ത് ചെയ്യണം? ആ ക്ലാസ്സുകൾ ഒരിക്കൽ കൂടി കൃത്യമായി മനസ്സിലാക്കി പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കങ്ങനെ സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നൊരു ഭാഗമല്ല ഈ നാമപദങ്ങളുമായി ബന്ധപ്പെട്ടതും നാമം, ക്രിയ, സന്ധി, സമാസം ഇതൊക്കെ നമുക്കങ്ങനെ വിട്ടുകളയാൻ കഴിയുന്നതല്ല. ഈ നോക്കുക, ഈ പരീക്ഷയിൽ തന്നെ 2 ചോദ്യങ്ങളായി ക്രിയയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ്. ശരി, നോക്കൂ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. നളചരിതത്തിലെ നായകനോ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ചലച്ചിത്രഗാനം എഴുതിയത് ആരാണ് എന്നുള്ളതാണ്. പി ഭാസ്കരനാണോ, വയലാർ രാമവർമ്മയാണോ, ശ്രീകുമാരൻ തമ്പിയാണോ, ജി കുമാരപിള്ളയാണോ എന്നുള്ളതാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അത് വയലാർ രാമവർമ്മയാണ് എന്നുള്ളതാണ്. നളചരിതത്തിലെ നായകനോ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ചലച്ചിത്രഗാനം എഴുതിയത് ആരാണ്? അത് വയലാർ രാമവർമ്മയാണ് എന്നുള്ളതാണ്.
ഇനി അടുത്തത് ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം രചിച്ചത് ആരാണ് എന്നുള്ളതാണ്. ചിത്രം വരയ്ക്കുകയാണ്. അപ്പം ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ് എന്നുള്ളതാണ്. മൈക്കലാഞ്ചലോ ആണോ, സാൽവദോർ ദാലി ആണോ, വിൻസെന്റ് വാൻഗോങ് ആണോ, പാബ്ലോ പിക്കാസോ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതൊരു കാലഘട്ടമാണ് അല്ലേ. ഒരു കാലഘട്ടത്തിലെ വിവിധ കാലഘട്ടങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ രചനകളുടെ വക്താക്കളാണ് ഈ 4 പേരും. നമുക്ക് ഓരോന്നായി നോക്കാം. അതിനു മുമ്പ് ഉത്തരത്തിലേക്ക് വരികയാണ്. പിക്കാസോയാണ് എന്ത് ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വിവിധ മത്സര പരീക്ഷകളിൽ നിരന്തരമായി ചോദിച്ചു കാണുന്ന ഒരു ചോദ്യം കൂടിയാണ് പിക്കാസോയുടെ ഗൂർണിക്ക എന്ന പ്രസിദ്ധമായ ചിത്രത്തെ സംബന്ധിച്ചുള്ളത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഓരോന്നോരോന്നായി. പിക്കാസോ എന്താണ്? ക്യൂബിസത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ഗൂർണിക്ക എന്ന പിക്കാസോയുടെ ശ്രേഷ്ഠ സൃഷ്ടികളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഗർണിക്ക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം ക്ഷമിക്കണം, ഇവിടെ ഓപ്ഷനിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. അതെന്താണ്? അത് ഗൂർണിക്ക എന്നാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഗൂർണിക്ക പിക്കാസോയുടെ ശ്രേഷ്ഠ സൃഷ്ടികളിൽ ഒന്നായി ഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് മൈക്കലാഞ്ചലോയെ കുറിച്ചാണ്. ഓപ്ഷനുള്ള ഒന്നാണ് മൈക്കലാഞ്ചലോ. ലിയാൻഡോ ഡാവിഞ്ചിയോടൊപ്പം തികവുറ്റ 2 നവോത്ഥാന നായകന്മാരിൽ ഒരാളായി അദ്ദേഹത്തെ പരിഗണിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവചരിത്രം എഴുതപ്പെട്ട ആദ്യത്തെ പാശ്ചാത്യ കലാകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. എന്താണ്? അത് മൈക്കലാഞ്ചലോ ആണ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സൃഷ്ടികൾ ഏതാണ്? ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് ദാവീദാണ്. അപ്പം പേത്ത എന്ന് പറയുന്ന ഒരു സൃഷ്ടി കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് സാൽവദോർ ദാലി. അപ്പം സർ റിയലിസ്റ്റ് കലാകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പിന്നെ മറ്റൊന്ന് വിൻസെന്റ് വാൻഗോങ്. ചിത്രങ്ങൾ ഞാൻ സ്വപ്നം കാണുന്നു, എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ചിത്രീകരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അത് വിൻസെന്റ് വാൻഗോങ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇത്രയും 4 പേരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കൃത്യമായി മനസ്സിലാക്കണം. ചോദ്യങ്ങൾ നിരന്തരമായി വരുന്നു എന്നതുകൊണ്ടാണ് ഞാനത് പരാമർശിച്ചു പോയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായി സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. കാവ്യലോക സ്മരണകൾ എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. നോവലുകളെക്കുറിച്ചും ചെറുകഥകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ആത്മകഥകളെക്കുറിച്ചും എല്ലാം, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആത്മകഥകളെക്കുറിച്ചും എല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഈ കാവ്യലോക സ്മരണകൾ എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അത് കവിതാ നിരൂപണമല്ല, ജീവചരിത്രമല്ല, കവിതാ സമാഹാരവുമല്ല, മറിച്ച് എന്താണത്? അത് ആത്മകഥയാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം ആരുടെ ആത്മകഥയാണ് എന്നുള്ളതാണ്. ആരുടെ ആത്മകഥയാണ്? അത് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ആത്മകഥയാണ് എന്ത്? കാവ്യലോക സ്മരണകൾ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. തോറ്റങ്ങൾ എന്ന കൃതിയോട് രചിച്ചത് ആര് എന്നുള്ളതാണ്. അപ്പം തോറ്റങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. കോവിലൻ, നന്ദനാർ, അയ്യനേത്ത്, എം മുകുന്ദൻ എന്നുള്ളതാണ്. അപ്പം ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. തോറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ആരുടേതാണ്? അത് കോവിലിൻ്റെതാണ് എന്നുള്ളതാണ്. അത് ആരുടേതാണ്? അത് കോവിലിൻ്റെതാണ് എന്നുള്ളതാണ്. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ ഡിസ്ഗ്രാഫിയ എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു മുൻ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി വിവരണം തന്നു കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എഴുതാനും വായിക്കാനും മടി പ്രകടിപ്പിക്കുന്ന പഠനവൈകല്യം, വായനാശേഷിയെ ബാധിക്കുന്ന പഠനവൈകല്യം, ഗണിതശേഷികൾ വികസിക്കാത്ത പഠനവൈകല്യം, എഴുതാനുള്ള വിവിധ ശേഷികളെ ബാധിക്കുന്ന പഠനവൈകല്യം എന്നുള്ളതാണ്. എന്തായിരുന്നു ചോദ്യം? ഡിസ്ഗ്രാഫിയ എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ഇതിനെക്കുറിച്ചാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന പഠനവൈകല്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് ഏതാണ് ഉത്തരമെന്ന് നിങ്ങളൊന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുവന്നേ. വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. എഴുതാനുള്ള വിവിധ ശേഷികളെ ബാധിക്കുന്ന പഠന വൈകല്യമാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് എന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. കാരണം നമ്മൾ തൊട്ട് മുൻപുള്ള ചോദ്യങ്ങളിൽ വളരെ വിപുലമായി ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഓരോ പഠന വൈകല്യവും എടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും മനസ്സിലാക്കാത്തവർ എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി ഈ പഠന വൈകല്യങ്ങൾ കൃത്യമായി പഠിക്കണം. നിരന്തരമായി കേട്ടറ്റ് പരീക്ഷകളിൽ പഠന വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും, ഇനിയും മുന്നോട്ടും ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ്. നോക്കൂ, വീണ്ടും പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ ചേരാത്തതേത്? ഇപ്പൊ കൂട്ടത്തിൽ ചേരുന്നതല്ല ചോദിച്ചിരിക്കുന്നത്, കൂട്ടത്തിൽ ചേരാത്തതേത് എന്നുള്ളതാണ്. നോക്കൂ, ശ്രവണം, മനഃപ്പാഠമാക്കൽ, ഭാഷണം, വായന. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ലഡു പൊട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മളിത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ കൂട്ടത്തിൽ പെടാത്തതാണ്? മനഃപ്പാഠമാക്കൽ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി മൂന്നും എന്താണ് സാധനം? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഭാഷാ പഠനത്തിലെ ക്രമമാണ് എന്ന രീതിയിൽ കൃത്യമായി പെഡഗോജി എടുക്കുമ്പോൾ വളരെ വിപുലമായി നമ്മളത് പറഞ്ഞു പോയിട്ടുണ്ട്. ശ്രവണം, ഭാഷണം, വായന, ലേഖനം, ഇതാണ് അതിൻ്റെ ക്രമമെന്നും ഇതിന് ഓരോന്നിനെയും 4 നമ്മൾ കൃത്യമായി വിശകലനം ചെയ്ത് വിപുലമായി വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പഠിക്കണം. ഭാഷാ പഠനത്തിലെ ക്രമം എന്ന് പറയുന്നതാണ് ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കൂട്ടത്തിൽ ചേരാത്തതിരുന്നത് മനപ്പാടമാക്കൽ എന്നുള്ളതാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്തുക. അപ്പം വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടല്ലേ, പദശുദ്ധി, വാക്യശുദ്ധിയൊക്കെ PSCയിൽ മാത്രമല്ല എവിടെയും ചോദിക്കും, അത് കേട്ടിട്ടിലും ചോദിക്കും എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, മലയാളം ഗ്രാമറിൽ നിന്നാണ് നിരവധിയായ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കൂ, ഹിമാലയത്തിലേക്കുള്ള യാത്രയിൽ എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യം കരുതേണ്ടത്? 2 ദിവസം അധ്വാനിച്ചിട്ട് കിട്ടിയത് കേവലം 100 രൂപ മാത്രം. ഹിറ്റ്ലറെ പോലെ അത്ര ക്രൂരനായ മറ്റൊരു ഭരണാധികാരി ചരിത്രത്തിൽ വേറെയില്ല. അധികൃതരോ തൊഴിലാളികളോ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ കുഴപ്പം തീരില്ല. ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ തന്നെ ABCD ഈ ഓപ്ഷനിൽ ഏതാണ് ഉത്തരമെന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം നമ്മളിത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം എന്താണ്? അധികൃതരോ തൊഴിലാളികളോ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ കുഴപ്പം തീരില്ല. അതാണ് ശരിയായത്. നോക്കൂ, മറ്റുള്ളവരുടെ പ്രശ്നം എന്താണ്? ഹിമാലയത്തിലേക്കുള്ള യാത്രയിൽ എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യം? പിന്നെയും ആവശ്യം എന്ന് പറയുന്ന ഒരു ആവർത്തന വിരസത വരികയാണ്, കരുതേണ്ടത് എന്നുള്ളതാണ്. 2 ദിവസം അധ്വാനിച്ച് കിട്ടിയത് അവിടെ കേവലം ആവശ്യമില്ല. അധ്വാനിച്ച് കിട്ടിയത് എന്താണ്? 100 രൂപ മാത്രമെന്ന് പറഞ്ഞാൽ മതി. അവിടെ കേവലം എന്താണ്? അതൊരു അധികപ്പറ്റാണ് എന്നുള്ളതാണ്. ഹിറ്റ്ലറെ പോലെ അത്ര ക്രൂരനായ എന്ന് വേണ്ട, എന്ന് മതി. ഹിറ്റ്ലറെ പോലെ ക്രൂരനായ മറ്റൊരു ഭരണാധികാരി ചരിത്രത്തിൽ വേറെയില്ല എന്ന് മതി. ഇതാണ് അതിൻ്റെ കൃത്യമായ ശരിയായ രൂപം എന്നുള്ളതാണ്, ആധികാരികമായ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, അധികൃതരോ തൊഴിലാളികളോ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ കുഴപ്പം തീരില്ല എന്നുള്ളതാണ് എന്ത് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. അത് ഓപ്ഷൻ D ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അവസാനത്തെ അല്ല, ഒരു സെക്കൻഡ് ലാസ്റ്റ് വണ്ണത്തോളം വരുന്ന ചോദ്യമാണ്. നോക്കൂ, മല്ലികാ വസന്തം എന്ന കൃതി ആരുടെ അനുഭവ കുറിപ്പുകളാണ് എന്നുള്ളതാണ്. മല്ലികാ വസന്തം എന്ന കൃതി ആരുടെ അനുഭവ കുറിപ്പുകളാണ് എന്നുള്ളതാണ് ചോദ്യം. മല്ലിക സാരാഭായ്, മല്ലിക സുകുമാരൻ, മല്ലിക യൂനസ്, വിജയരാജ മല്ലിക എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം മല്ലിക വസന്തം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? അത് വിജയരാജ മല്ലികയുടേതാണ് എന്നുള്ളതാണ്. അത് അനുഭവക്കുറിപ്പുകളാണ്, വിജയരാജ മല്ലികയുടേതാണ് എന്നുള്ളതാണ്. നോക്കൂ, എന്താണ് ആരാണ് വിജയരാജ മല്ലിക? മലയാളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കവിയത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവിയത്രിയാണ് ആര്? വിജയരാജ മല്ലിക എന്നുള്ളത്. നമ്മൾ വളരെ കൃത്യമായി കവിത എടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഇനി അടുത്തത് മല്ലിക സാരാഭായ്. ആരാണ് മല്ലിക സാരാഭായ്? നർത്തകിയും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകയുമാണ് ആര്? മല്ലിക സാരാഭായ് എന്നുള്ളതാണ്. മല്ലിക യൂനുസ് മലയാള ഭാഷയ്ക്ക് നിരവധി നോവലുകൾ സമ്മാനിച്ച ഒരു സാഹിത്യകാരിയാണ് അധികം. അവരുടെ കൃതികൾ ഏതൊക്കെയാണ്? ഉപാസന, വർഷമേഘങ്ങളെ കാത്തിരിക്കുന്നവർ, നിഴൽ ചിത്രങ്ങൾ. ഈ നിഴൽ ചിത്രങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. അത് കൃത്യമായി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ മറ്റ് നോവലുകൾ വയൽപ്പൂവ്, അനുപല്ലവി, നിറഭേദങ്ങൾ എന്നിവയാണ്. ഓക്കെ, അപ്പം ഇതാണ് കേട്ടറ്റ് കാറ്റഗറി 1-ൽ പാർട്ട് 2-വിൽ വന്നിട്ടുള്ള നമ്മുടെ മലയാളത്തിൻ്റെ ആഗസ്റ്റ് 2023 നടന്നിട്ടുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പം വളരെ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ വിശകലനം ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. കാര്യമായി നമ്മൾ അതിനെല്ലാം വിശകലനം ചെയ്ത് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് മുന്നോട്ടുള്ള നിങ്ങളുടെ പഠനത്തെ കൂടുതൽ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്യുകയും പഠിക്കുകയും മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ കൃത്യമായി ശേഖരിച്ച് വിശകലനം ചെയ്യുകയും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു വിജയം ആശംസിക്കുന്നു.